കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നിരാശ. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പോലെ വയനാട്ടിൽ മത്സരിക്കുമെന്ന്. വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്ന സൂചന രാഹുൽ ഗാന്ധി അടുത്ത വൃത്തങ്ങൾക്ക് നൽകി. പകരം അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി സ്വീകരിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കും. വയനാട്ടിൽ പുതിയ സ്ഥാനാർത്ഥിയെ തേടുകയാണ് കോൺഗ്രസ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ആനി രാജ എത്തുമെന്ന വാർത്ത ഉണ്ടായിരുന്നു. വയനാട്ടിൽ ആനി രാജ തന്നെ മത്സരിക്കും എന്നാണ് സൂചന. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാത്തത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നിരാശ ഉളവാക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് വൻ വിജയം നേടിയത് 20-ൽ 19 സീറ്റും നേടിയത് രാഹുലിൻ്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു. വയനാട്ടിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഇന്ത്യ മുന്നണിക്ക് ഘടകവിരുദ്ധമായി വയനാട്ടിൽ മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. ആനി രാജയെ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പിന്മാറിയത്. മറിച്ച് അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ രാഹുൽ ഗാന്ധി അഭിമാന പോരാട്ടത്തിന് ഇറങ്ങും. സമാജ്വാദി പാർട്ടിയും BSPയും അമേഠിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി വെള്ളത്തിലായിരിക്കുകയാണ്. സ്മൃതി ഇറാനി വെല്ലുവിളിച്ചിരുന്നു അമേഠിയിൽ വന്നെന്ന് നിന്നു നോക്കാൻ, ഒരിക്കൽ കൂടി തോൽപ്പിച്ച് കാണിച്ചു തരാമെന്ന്. പക്ഷേ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരിക്കും. രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുമെന്ന്, രാഹുൽ ഗാന്ധി എന്താണെന്ന് അമേഠിയിലെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടാൻ കാരണം BJPയുടെ വർഗീയ തുറുപ്പുചീട്ടാണ്. വയനാട്ടിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. പച്ച കൊടികൾ വെച്ചുള്ള സ്വീകരണം. അത് പാകിസ്ഥാനികളാണ് രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം ഒരുക്കിയതെന്ന് അമേഠിയിൽ BJP വൃത്തങ്ങൾ പ്രചരിപ്പിച്ചു. അതാണ് അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടാനുള്ള കാരണം. കോൺഗ്രസ് മണ്ഡലമായ അമേഠിയിൽ സ്മൃതി ഇറാനി ജയിച്ചത് വലിയ തിരിച്ചടിയായി കോൺഗ്രസ്സിന് മാറി. പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചു കയറി. ഇത്തവണ വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ മാനിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല. പകരം അമേഠിയിൽ സ്മൃതി ഇറാനിയെ നേരിടും. സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നു. അതേസമയം സ്മൃതി ഇറാനിയെ സ്ഥാനാർത്ഥിയാക്കണോ എന്ന കാര്യത്തിൽ BJPയിൽ രണ്ടഭിപ്രായമാണ്. സ്മൃതി ഇറാനി പാർലമെൻറ്റിൽ കാണിച്ച പല അഭ്യാസങ്ങളും BJPക്ക് നാണക്കേടായി മാറി. മോദിയുടെ വത്സല ശിഷ്യയായതുകൊണ്ടാണ് സ്മൃതി ഇറാനിയെ വീണ്ടും വീണ്ടും മത്സരിപ്പിക്കാൻ BJP തീരുമാനിക്കുന്നത്. എന്തായാലും സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഒരു വിഭാഗം BJP കേന്ദ്ര നേതൃത്വത്തിലെ ഒരു വിഭാഗം BJP നേതാക്കൾക്ക് അത് ഇഷ്ടമല്ല. സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചതിലൂടെ സ്മൃതി ഇറാനി സ്വയം തരം താഴുകയാണ് ചെയ്തതെന്ന് BJPയിലെ ഒരു വിഭാഗം കരുതുന്നു. അമേഠിയിൽ ഇനിയൊരിക്കൽ കൂടി രാഹുൽ ഗാന്ധി നിന്നു കഴിഞ്ഞാൽ സ്മൃതി ഇറാനിക്ക് ജയം അപ്രാപ്യമാകും. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ നിൽക്കും. എന്തായാലും വയനാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് നിരാശ, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നിരാശ. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി. പകരം സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി. ഇനി കാണാൻ പോകുന്ന യുദ്ധം, ഇനി കാണാൻ പോകുന്നത് കണ്ടറിയാത്ത യുദ്ധം. അമേഠി രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും തമ്മിലുള്ള യുദ്ധത്തിന് വേദിയായി മാറുന്നു ഒരിക്കൽ കൂടി.